സദ്ഗുരുഭ്യോ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രിയമുള്ളവരെ, സർവസങ്കല്പങ്ങളും ഭാരതീയ ഋഷി പരമ്പരയുടെ പതകബലങ്ങളിൽ സർവാത്മന സമർപ്പിച്ചുകൊള്ളട്ടെ. എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനത്തിലൂടെയാണ് നമ്മളെല്ലാവരും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യ എന്ന അറിവെന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സർവധനത്തേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, വിദ്യാധനം സർവധനാൽ പ്രധാനം. അപ്രകാരത്തിൽ സർവധനത്തിനേക്കാൾ പ്രാധാന്യപ്പെടുന്ന വിദ്യ എന്ന ആ മഹത്തരമായിട്ടുള്ള ധനം സമ്പാദിക്കുന്നതിന്, ഈ വർഷത്തെ പ്രാരംഭം കുറിക്കുന്നതിന് ആണ് നമ്മളെല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ അതിനുവേണ്ടി പുതുതായിട്ട് ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ കുട്ടികളെയും, ഈ വിദ്യാലയത്തെ തിരഞ്ഞെടുത്ത ആ കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കളെയും അഭിനന്ദിക്കാനും അവർക്ക് എല്ലാവിധ അനുഗ്രഹവും ഗുരുപരമ്പരയുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് സങ്കല്പിക്കാനും ഈ അവസരത്തെ ഉപയോഗിക്കുന്നു. എന്തായാലും ഈ ഒരു ദിവസം ഇവിടെ ഒത്തുചേരുന്ന സമയത്ത് ഞാൻ അനീഷിയോട് ചോദിച്ചിരുന്നു, ഞാൻ എന്താണ് കുട്ടികളോട് പറയേണ്ടത്, കാരണം എന്താണ് നമുക്ക് ആളുകളോട് സംസാരിക്കേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല. എന്തെന്നാൽ വിദ്യാഭ്യസിക്കാനായിട്ട് ആദ്യമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളോട് അവർ ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് അറിഞ്ഞു കൊടുക്കുമ്പോഴാണ്, അവരാഗ്രഹിക്കുന്നത് എന്ത് എന്ന് അറിഞ്ഞുകൊണ്ട് അതേ അർത്ഥത്തിൽ അത് കൊടുക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഒരു വിദ്യാലയം അതിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ധർമ്മം പുലർത്താൻ സാധിക്കുന്നത്. എന്തുകൊണ്ടും ദേവിയുടെ കൃപ കൊണ്ട് തന്നെ അത്തരണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു വിദ്യാലയമാണ് എന്നതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ അനീഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ പ്രദേശത്ത് കുട്ടികളുടെ അഡ്മിഷൻ കുറവുണ്ടാവുന്നു എന്ന് പറയുകയുണ്ടായി. ഒന്നുകിൽ നമുക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ, അഡ്മിഷനോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഈ ഒരു വർഷം തന്നെ തീരുമാനമെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയട്ടെ. അത്തരണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു വിദ്യാലയമായിട്ട് മാറുവാൻ ഇതിന് സാധിക്കട്ടെ. അതിന് ഏതെല്ലാം രീതിയിലുള്ള സഹകരണവും വ്യക്തിപരമായിട്ട് എൻ്റെ ഭാഗത്തു നിന്നും ആശ്രമത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു അവസരത്തിൽ ഞാൻ സർവാത്മന ഇവിടെ സമർപ്പിക്കുകയാണ്. ഏത് രീതിയിലുള്ള കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഏത് സമയവും സമീപിക്കാം. അതിലൊന്നും നമുക്ക് യാതൊരു വിരോധവുമില്ല. കാരണം അറിവ് നൽകുക എന്നത് തന്നെയാണ് ഒരു പരമ്പരയുടെ പരമമായിട്ടുള്ള ലക്ഷ്യം. ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുട്ടികളൊക്കെ പുഴകളാണെന്ന് പറയാറുണ്ട്. ഓരോ പുഴകളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന മക്കൾ. ആ പുഴയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. എവിടെ നിന്ന് ഉദ്ഭവിച്ചാലും ആ പുഴ എവിടെയാണ് എത്തിച്ചേരുന്നത്? ഒരു മഹത്തായിട്ടുള്ള കടലിലേക്ക് എത്തിച്ചേരും. ആ കടലിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് പുഴ ഉദ്ഭവിക്കുമ്പോൾ ആ പുഴയുടെ ഉത്ഭവ ലക്ഷ്യം തന്നെ ആ കടലിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിന് വിവിധങ്ങളായിട്ടുള്ള വഴികളുണ്ട്, വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളിലൂടെ ആണ് ആ പുഴ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്. എന്നതുപോലെ നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. അവരെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെയാണ് പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ ഉത്തരവാദിത്തം ഉണ്ടാകുന്നത്. ഒരു പുഴയുടെ രണ്ടു കരകളായിട്ട് പാരൻസിനും ടീച്ചേഴ്സിനും മാറാൻ സാധിച്ചാൽ, അതായത് ഒരു പുഴയുടെ ഒരു കരയായിട്ട് പാരൻസ് അഥവാ രക്ഷിതാക്കളും മറുകരയായിട്ട് ടീച്ചേഴ്സും അഥവാ അധ്യാപകരും നിൽക്കുകയാണ് എങ്കിൽ ആ പുഴയെ ലക്ഷ്യം തെറ്റാതെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു പുഴയായിട്ട് തന്നെ നമുക്ക് ഒഴുക്കാൻ സാധിക്കും. അതല്ല, അതിലേതെങ്കിലും ഒരു കര ഇടിഞ്ഞാൽ, ഒന്നുകിൽ പാരൻസിൻ്റെ കരയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ കരയോ ഇടിഞ്ഞാൽ അതിനെ നമ്മൾ പുഴയെന്ന് പറയില്ല, വെള്ളം കയറി എന്നാണ് പറയുക. പുഴയെന്ന് പറയാറില്ല, പുഴയിൽ വെള്ളം കയറി എന്നാണ് പറയുക. അപ്പം അങ്ങനെ വെള്ളം കയറിയിട്ടുള്ള കുഞ്ഞുങ്ങളാവാതെ രണ്ട് കരയിലും പാരൻസും ടീച്ചേഴ്സും നിൽക്കുന്ന ആ രണ്ട് കരയ്ക്കുള്ളിൽ ഒഴുകുന്ന കുഞ്ഞുങ്ങളായിട്ട് നേരെ ലക്ഷ്യബോധത്തോടുകൂടി കടലിലേക്ക് പതിക്കുന്ന ആ കുഞ്ഞുങ്ങളായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതിന് എൻ്റെ അഭിപ്രായത്തിൽ ഈ വിദ്യാലയത്തിലും നിലവിലുള്ള പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ
അക്ഷീണമായിട്ടുള്ള പ്രയത്നം നമ്മുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള പ്രയത്നം ഉണ്ട് എന്നറിയാം. എങ്കിൽ കൂടിയും ഈ ഒരു അവസരത്തിൽ അത് ഓർമ്മപ്പെടുത്തലായിട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഇന്നലെ രാത്രി ഞാൻ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ആശ്രമത്തിൽ തിരിച്ചെത്തുന്നത് 11:30-ക്ക് ശേഷമാണ്. ആ സമയത്ത് അവിചാരിതമായിട്ട് സോഷ്യൽ മീഡിയയിൽ എനിക്കൊരു വീഡിയോ വരികയുണ്ടായി. അത് പ്രശസ്ത ഒരു കവി സത്കല വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിതയായിരുന്നു. ആ കവിത അദ്ദേഹം സ്വരാക്ഷരങ്ങൾ കൊണ്ട് ഒരു കവിത രചിക്കുന്ന അല്ലെങ്കിൽ കവിത പാടിയതാണ് ഞാൻ കണ്ടത്. ആ ഇ ഉ എന്നുള്ള സ്വരാക്ഷരങ്ങൾ വെച്ചുകൊണ്ട് ഒരു കവിതയെ രചിച്ചിരുന്നു. ആ കവിത കേട്ടപ്പോൾ എനിക്കത് വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നി. അപ്പോൾ അതിനെ പിൻപറ്റിക്കൊണ്ട്, ആ കവിതയല്ല, അതിനെ പിൻപറ്റിക്കൊണ്ട് ഒരു സത്സംഗത രീതിയിൽ ഈ സ്വരാക്ഷരങ്ങളെ മാറ്റി എഴുതാൻ പറ്റുമോ എന്ന് ആലോചിച്ചു. ഏകദേശം ഒരു രാത്രി 1:30 വരെ ഇരുന്നിട്ട് ഞാൻ ആ കവിതയൊന്ന് എഴുതി നോക്കി. അദ്ദേഹം ഈ സ്വരാക്ഷരങ്ങളെ വെച്ചുകൊണ്ട് ഒരു കവിത രചിച്ചു. അതിനെ പിൻപറ്റിക്കൊണ്ട് നമുക്ക് സത്സംഗം, ഇന്നിവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, സത്സംഗം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒന്ന് എഴുതിയത്. അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികളും സ്വരാക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആദ്യം നമ്മൾ പരിശ്രമിക്കുക, അല്ലേ? കുഞ്ഞുങ്ങളൊക്കെ ഏറ്റുപാടുമോ? ഒന്ന് പറഞ്ഞാൽ ഏറ്റുപാടുമോ? മക്കളൊന്നും ഇങ്ങോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കടാ, ഇവിടെ ഇങ്ങോട്ട് നോക്കുക. കാണുന്നുണ്ടോ? ഞാനൊരു പാട്ട് പാടി തന്നാൽ അത് പാടുമോ? സ്വരാക്ഷരങ്ങളെ കുറിച്ച് അറിയുമോ? ആ ഈ പറയോ? ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. അപ്പം ഞാനത് സ്വരാക്ഷരങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാം. ഞാൻ പാടി തരുന്നത് ഏറ്റു പാടണം. പാടൂ. എന്നോരക്ഷരമാണ് അച്ഛനും അമ്മയും ഉലകിൽ. പഠിക്കേ. ആ എന്നോരക്ഷരമാണ് അച്ഛനും അമ്മയും ഉലകിൽ. ഒന്ന് പാടൂ. കേൾക്കുന്നില്ല. ഉറക്കണം. ആ എന്നോരക്ഷരമാണ് അച്ഛനും അമ്മയും ഉലകിൽ. സ്വരാക്ഷരത്തിൽ ആദ്യത്തെ അക്ഷരം ആ ആണല്ലേ? ആ കൊണ്ട് നമുക്ക് ആദ്യം ഓർക്കാൻ പറ്റുന്ന ആരെയാണ്? അച്ഛനെയും അമ്മയെയും, അല്ലേ? ആണോ അല്ലയോ? അപ്പൊ ഒന്നുകൂടെ പറയാം. ആ എന്നോരക്ഷരമാണ് അച്ഛനും അമ്മയും ഉലകിൽ. രണ്ടാമത്തെ അക്ഷരം ഏതാ? ആണല്ലേ? അപ്പൊ നോക്കാം. ആ എന്ന് നീട്ടി വിളിച്ച ആചാര്യൻ വിളി കേട്ടിടും. ഇങ്ങനെ പറയാം. ആ എന്ന് നീട്ടി വിളിച്ച ആചാര്യൻ വിളി കേട്ടിടും. ഈ എന്നോരക്ഷരമോർക്കും ഇഹലോകത്തെ കർമ്മങ്ങൾ. ഈ അല്ലേ? ആ എന്നത് അച്ഛനെയും അമ്മയെയും ഓർക്കുമെന്ന് നമുക്ക് കിട്ടുന്നു, ആദ്യത്തെ അക്ഷരം. രണ്ടാമത്തെ അക്ഷരം ആ എന്നത് ആചാര്യനെ ഓർക്കുന്നു. നമുക്ക് ഭാരത സംസ്കാരത്തിൽ മാതാ പിതാ ഗുരു എന്ന് പറഞ്ഞില്ലേ? ആ എന്ന അക്ഷരത്തിൽ എന്തുണ്ട്? മാതാവും പിതാവും ഉണ്ട്. ആ എന്ന അക്ഷരത്തിൽ ആരുണ്ട്? ഗുരു ഉണ്ട്, അഥവാ ആചാര്യനുണ്ട്. ഇനി അടുത്ത അക്ഷരത്തിൽ ഈ എന്ന അക്ഷരം കൊണ്ട് നമ്മൾ ഓർക്കേണ്ടത് ഇഹലോകത്തെ നമ്മുടെ കർമ്മങ്ങളാണ്. ഈ ലോകത്ത് നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു, അത് സത്കർമ്മമാണോ ദുഷ്കർമ്മമാണോ എന്ന് ചിന്തിക്കേണ്ടതാണ് ഈ എന്ന അക്ഷരം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഈ എന്ന് നീട്ടി വിളിച്ചിട്ട് ഈശ്വരനെയും ഓർക്കണം. ഈ എന്ന് വിളിക്കുമ്പോൾ ആരെ ഓർക്കണം? ഈശ്വരനെ ഓർക്കണം. നോക്കൂ, ആ എന്ന അക്ഷരത്തിൽ മാതാവും പിതാവും ഉണ്ട്. ആ എന്ന അക്ഷരത്തിൽ ആചാര്യനുണ്ട്. മാതാപിതാ ഗുരു ദൈവത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്ത് വേണം? നമ്മുടെ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കണം. ശരിയാ തെറ്റോ? ആ കർമ്മങ്ങളിൽ നിന്ന് എങ്ങോട്ട് പോകണം? ഈ എന്ന് നീട്ടി വിളിച്ചിട്ട് ഈശ്വരനെയും ഓർക്കണം. ഈ എന്ന് നീട്ടി വിളിക്കുമ്പോൾ ആരെ ഓർക്കണം? ഈശ്വരനിലേക്ക് എത്തണം. അതാണ് മാതാപിതാ ഗുരു ദൈവം. ശരിയല്ലേ? ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞാൽ പിന്നെന്താ? ഓ എന്ന് കേൾക്കുമ്പോഴേ ഉള്ളം ഉണർന്നിരിക്കണം. ഓ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ള് ഉണർന്നിരിക്കണം. എന്താ? ഈശ്വരനെ കണ്ടു നമ്മൾ.
ആ ആ ഈയില് ഈശ്വരനെ കണ്ടു. ഈശ്വരനെ കണ്ട എന്ത് വേണം? നമ്മുടെ ഉള്ള് ഉണർന്നിരിക്കണം, നന്മയുള്ള ആളുകളാവണം. മനസ്സിലായോ? നന്മയുള്ള ആളുകളാവണം. അത് കഴിഞ്ഞാൽ ഊ എന്ന് നീട്ടി വിളിച്ച ഊഞ്ഞാലാടും മനമെല്ലാം. ഊ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഊഞ്ഞാലാടണം. എന്തിനു വേണ്ടി ഊഞ്ഞാലാടുന്നത്? നന്മ നമ്മുടെ മനസ്സ്, നേരത്തെ പറഞ്ഞു ഉള്ളം നിറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. ആ ഉള്ളം നിറഞ്ഞിരിക്കുന്ന മനസ്സ് ഊഞ്ഞാലാടുന്നു. ഊഞ്ഞാലുടെ സന്തോഷമല്ലേ? ആ മനസ്സിൽ എന്തുണ്ടാവണം? സന്തോഷം ജനിക്കണം എന്നർത്ഥം. എന്നാലുടനെ ഋഷിയുടെ പാദം കണ്ടു വണങ്ങേണം. എന്ന അക്ഷരം കാണുമ്പോൾ എന്താ ഓർക്കേണ്ടത്? ഋഷിയുടെ പാദ നമസ്കാരം നമ്മൾ ഓർക്കണം. അത് കഴിഞ്ഞാൽ ഞാൻ എല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകണം, സമയം ദീർഘിപ്പിക്കണില്ല. എന്നാലെന്നും എന്തിനും എങ്ങോട്ടെന്നും അറിയണം. എന്ന അക്ഷരം കൊണ്ട് എന്നും എന്തിനും എങ്ങോട്ടും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് കർമ്മം ചെയ്യുന്നത് എന്ന ബോധ്യം എന്നും 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 ഉണ്ടാകണം. അതായത് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? നാം ചെയ്ത കർമ്മത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നല്ല കർമ്മത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കണം. എന്നക്ഷരമുടനെ ചൊല്ലും ഏഷണി ഭൂഷണമല്ല. എന്ന അക്ഷരത്തിൽ ഓർക്കേണ്ടത് എന്താ? ഏഷണി നമുക്ക് പാടില്ല. ഇനി അത്രയും നേരം നമ്മൾ പറഞ്ഞത് വരെ പറഞ്ഞത് നമ്മൾ എങ്ങനെയാവണം. ഇനി പറയാൻ പോണത് എന്താ? എങ്ങനെയാവരുത്. എന്ന അക്ഷരം കൊണ്ട് നമ്മൾ ഉറപ്പിക്കേണ്ടത് ഏഷണി നമുക്ക് ഭൂഷണമല്ല എന്നാണ്. അതുപോലെ ഐ എന്നക്ഷരമുടനെ ചൊല്ലും ഐക്യം വേണം എന്നും. ഐക്യത്തോടുകൂടി എന്നും നമ്മളെല്ലാവരും ഏക മനോഭാവത്തോടുകൂടി നിലനിൽക്കണമെന്ന് ഐ എന്ന അക്ഷരം ഓർമ്മപ്പെടുത്തണം. അതുപോലെ ഓ ചൊല്ലും ഒത്തൊരുമിച്ച് ഒന്നാ ചേർന്ന് നടന്നിടാം. ഐക്യത്തിൽ നിന്ന് കിട്ടുന്നത് ഒത്തൊരുമിച്ച്, എല്ലാവരും ഒത്തൊരുമിച്ച് നന്മയോടൊപ്പം ചേർന്ന് നടക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അടുത്തത് ഓ കണ്ടോ ഓടി വരുന്നു ഓർമ്മയിലെന്നും ഓംകാരം. ഓ എന്ന അക്ഷരം ഓർക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയണത്? ഓംകാര ധ്വനിയെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. ഔന്നക്ഷരമെന്നും ഔന്നത്യത്തിൽ ഓർക്കണം. ഔന്നത്യം, നമ്മളെപ്പോഴും ഉന്നത നിലയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളാവണം ഔ എന്ന അക്ഷരം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. കേട്ടാൽ അംബുജവദനൻ അനുഗ്രഹിക്കാൻ കനിയേണം. അംബുജവദനൻ മഹാവിഷ്ണു നമ്മളെ അനുഗ്രഹിക്കാൻ പാകത്തിന് നമ്മുടെ മനസ്സിൽ എന്ത് വേണം? ഈ അപ്പ എന്ന അക്ഷരം വരുമ്പോൾ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ലഭിക്കുന്നതായിട്ട്, അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മളെ മാറ്റിയെടുക്കാൻ സാധിക്കണം. എന്നൊരക്ഷരമോർക്കു അഹങ്കരിക്കരുതൊരിക്കലും. ആ എന്ന അവസാനത്തെ അക്ഷരം കൊണ്ട് ഓർക്കേണ്ടത് ഒരിക്കലും നമ്മൾ എന്തുണ്ടാകാൻ പാടില്ല? അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. സ്വരങ്ങൾ കൊണ്ട് സത്സംഗത്തിൽ പഠിച്ചു പഠിച്ചു മുന്നേറാം. ഈ സ്വരാക്ഷരങ്ങൾ കൊണ്ടുള്ള സത്സംഗം പഠിച്ച് പഠിച്ച് എന്ത് ചെയ്യണം? നമുക്ക് മുന്നേറാൻ സാധിക്കണം എന്ന ഒരു മെസ്സേജാണ് ഈ ഒരു സ്വരാക്ഷര കവിതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിതിവിടെ പറയാൻ കാരണം ഇന്നലെ അവിചാരിതമായിട്ടൊന്ന് കുറിച്ച് വെക്കാൻ തോന്നിയതാണ്. ഇത് ഞാനിവിടെ നിങ്ങൾക്ക് നൽകുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകര് ഈ ഒരു കാര്യം എല്ലാ കുട്ടികളെയും ഒന്ന് പഠിപ്പിക്കണമെന്നൊരു അപേക്ഷ ഞാനിവിടെ വയ്ക്കുകയാണ്. അതിനൊരു എഴുതിയൊരു കോപ്പി ഞാൻ തരാം. അത് നിങ്ങൾ എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചാൽ ഇതിന് വലിയൊരു സത്സംഗമുണ്ട്. നമ്മൾ എന്താകണമെന്നും എന്താകരുത് എന്നും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സത്സംഗം ഇതിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാനത് ഇവിടുത്തെ മേധാവികൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹം, ഇനിയൊരു തവണ ഞാൻ വരുന്ന സമയത്ത് നമ്മുടെ എല്ലാ മക്കളും ഇത് പഠിച്ച് അതിൻ്റെ തത്വം കൂടെ പഠിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ള കാര്യം നേരത്തെ ഇവിടെ അന്വേഷിച്ച് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മക്കളെല്ലാം നേരത്തെ ഇവിടെ ഇരുന്നിട്ട് തുടങ്ങിയ സമയത്ത് ആ ചെയ്ത പ്രാർത്ഥനകളും ആ ശ്ലോകങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ വളരെ 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 സന്തോഷവും അഭിമാനവും തോന്നും. പക്ഷേ നമുക്ക് പറ്റുന്നൊരു പോരായ്മ, ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഈ സംസ്കാരത്തിലൂടെയാണ് നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതോ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ സംസ്കാരത്തോട് ചെറിയൊരു വിയോജിപ്പ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് നോക്കുക. ഞാൻ രക്ഷിതാക്കളോടും അല്ലെങ്കിൽ അധ്യാപകന്മാരോടൊക്കെ ചോദിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ഒരു പഠന കാലയളവിൽ നല്ല രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് ഈ സംസ്കാരത്തെ പകർന്നു കൊടുക്കുന്നു. പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഇത് സ്ഥിരപ്പെടുത്തി ആ കുഞ്ഞുങ്ങളിലേക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ കുടുംബങ്ങളിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്
അവർ പഠിച്ചു വെച്ച ഈ ഒരു സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ധ്വനി അവരുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എവിടെയും ഒരു പാകപ്പിഴ സംഭവിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം വിദ്യാനികേതൻ പോലെയുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ച കുട്ടികൾ ആ സംസ്കാരത്തിലൂടെയും മന്ത്രജപത്തിലൂടെയും ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രം പോലും എത്ര കാലം വരെ അവരത് ചെയ്യുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം 4ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ് അല്ലെങ്കിൽ എത്ര ക്ലാസ് വരെയാണോ ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന മക്കൾ ഇവിടെ നിന്ന് ബ്രഹ്മാർപ്പണം ചൊല്ലി ഭക്ഷണം കഴിക്കുന്നത് കരുതാണ്. ഈ കുട്ടികളൊക്കെ വീട്ടിൽ പോയിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കാലഘട്ടം വരെ ചെയ്യുന്നു, എത്ര വയസ്സ് വരെ ചെയ്യുന്നു, ഇത് അഥവാ ചെയ്തില്ലെങ്കിൽ അവിടെ രക്ഷിതാക്കൾ എന്തുകൊണ്ട് ഇടപെടുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോക്കുമ്പോഴാണ് നമുക്കിത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിവുണ്ടാവുക. നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇന്നിപ്പോൾ അഗ്നിഹോത്രം കഴിഞ്ഞു, ഈ ജപങ്ങൾ കഴിഞ്ഞു, ധ്യാനങ്ങൾ കഴിഞ്ഞു. ഏറ്റവും സന്തോഷം തോന്നിയത് ആ ഗായത്രിക്ക് മുമ്പ് അല്പസമയം കണ്ണടച്ച് ധ്യാനിച്ചുകൊണ്ട് ആ ഒരു യോഗ പോലും, മാനസിക യോഗ പോലും ചെയ്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. പക്ഷേ ഈ വിദ്യാലയം തുടങ്ങിയിട്ട് എത്ര വർഷമായി ആലോചിക്കുക, ഈ വിദ്യാലയത്തിൽ എത്ര കുട്ടികൾ കടന്നുപോയി ആലോചിക്കുക. ആ കുട്ടികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഈ ചര്യ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അത് കൊണ്ടുപോകുന്നില്ലെങ്കിൽ എവിടെ വെച്ചാണ് നഷ്ടപ്പെടുന്നതെന്ന് പഠിച്ചാൽ, ആ നഷ്ടപ്പെടുന്നതിനെ പരിഹരിക്കാൻ ഉപാധി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ, അങ്ങനെ ആ നഷ്ടപ്പെടലില്ലാതെ അവരുടെ ജീവിതത്തിൽ ആ ചര്യ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതി നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ലക്ഷ്യം അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും. അതില്ലാത്തിടത്താണ് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ അതിന് പുറകെ ഫോളോ അപ്പ് ചെയ്യാനോ നമുക്ക് സാധിക്കാത്തത് കൊണ്ടുള്ള പരാജയം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് ഏവർക്കും സാധിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയൊരു വിജയമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, അങ്ങനെയുള്ള ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആശ്രമമായിട്ട് ബന്ധപ്പെടാം, വ്യക്തിപരമായിട്ട് ബന്ധപ്പെടാം. എന്ത് ആവശ്യവും അത് സംഘത്തിലൂടെ ആണെങ്കിലും അതല്ല മറ്റേത് രീതിയിലാണെങ്കിലും നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണെങ്കിലും ഫോളോ അപ്പ് ചെയ്യാനാണെങ്കിലും എവിടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന് കണ്ടെത്താനും അത് പരിഹരിക്കാനും തീർച്ചയായിട്ടും ഒരു ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. കാരണം ഇന്ന് സമൂഹത്തിൽ നമുക്കറിയാം എത്ര ഭീഷണികളുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും MDMA പോലുള്ള വസ്തുക്കളുടെയും ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ നമ്മുടെ യുവത്വത്തെ കാർന്നു തിന്നാനായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ സമൂഹത്തിലേക്കാണ് നമ്മൾ ഓരോ കുഞ്ഞുങ്ങളെയും തുറന്നു വിടുന്നത്. അങ്ങനെ തുറന്നു വിടുന്ന സമയത്ത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് പോകാതെ നന്മയോടെ വളരുന്ന കുഞ്ഞുങ്ങളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് നമ്മൾ ഈ 4ാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെയോ നമ്മൾ ഈ ഒരു സംസ്കാരത്തിലൂടെ പോയത് കൊണ്ട് മാത്രം നടക്കുമോ? അതോ അത് ജീവിതകാലാന്ത്യം വരെ കൊണ്ടുപോകേണ്ടതാണ് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് വരെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ? അതിലൂടെയാണോ സംഭവിക്കുക എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ അത് സമൂഹത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രേരണയും ശക്തിയും നമ്മളെല്ലാവർക്കും, എനിക്ക് നിങ്ങൾക്ക് ഒരുപോലെ സർവേശ്വരൻ നൽകട്ടെ. അങ്ങനെ നല്ലൊരു യുവത്വത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈകളായിട്ട് നമ്മുടെ കൈകൾ മാറട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഒരു കുശവന്റെ കയ്യിൽ കിട്ടുന്ന മണ്ണിനെ എങ്ങനെയാണോ ആ കുശവൻ ഏറ്റവും നല്ല ഒരു കളിമൺ പാത്രമാക്കിയിട്ട് മാറ്റിയെടുക്കുന്നത്, അതല്ലെങ്കിൽ ഒരു ശില്പിയുടെ കയ്യിൽ കിട്ടുന്ന ഒരു പാറകഷ്ണത്തെ അതിൽ വേണ്ടാത്ത ഭാഗങ്ങളെ ചെത്തിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയാണോ ഏറ്റവും നല്ല വിഗ്രഹത്തെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ശില്പത്തെ ആ ശില്പി നിർമ്മിക്കുന്നത്, അതുപോലെ നമ്മുടെ മുമ്പിൽ കിട്ടുന്ന കുട്ടികൾ, നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഈ കുഞ്ഞുങ്ങൾ, അവർ ഈ പറഞ്ഞതുപോലെ ഒരു പാറകഷ്ണങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഒരു കളിമണ്ണായിരിക്കാം. അതിനെ എങ്ങനെയാണോ വേണ്ട വിധത്തിൽ പാകപ്പെടുത്തിയെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള സത്താകുന്ന ആ നന്മയെ പുറത്തേക്ക് എത്തിക്കേണ്ടത് ആ ചുമതല അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള സത്തനെ നമുക്ക് എടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഈ വർഷം എല്ലാവർക്കും ഭംഗിയായിട്ട് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹവും ഒരു പരമ്പരയും വാഗ്ദേവതയായ ഭഗവതിയും നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വർഷം ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചതിനും കുഞ്ഞുങ്ങളോടൊപ്പം അല്പസമയം ഇരിക്കാൻ സാധിച്ചതിനും ഒരു പരമ്പരയോട് പദങ്ങളിൽ സമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു അക്കാദമിക് ഇയർ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല വിജയപ്രതീക്ഷയോടുകൂടിയുള്ള വിജയലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ദിനങ്ങളായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ സമർപ്പിക്കുന്നു. ജയ സീതാറാം.